വിനായകൻ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, അഭിനേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു രക്ഷയില്ലാത്ത കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം കളങ്കാവലിനകത്ത് നായകനാണ്, മമ്മൂട്ടി വില്ലനാണ്. അതുവരെ എത്തി നിൽക്കുമ്പം ഒരുപാട് സിനിമകൾ, നമ്മൾ കുറച്ച് സിനിമകളിലോട്ട് പെട്ടെന്ന് പോകുമ്പം നിങ്ങൾ കമൻസ് ചെയ്തേക്കുക. ഇപ്പം ചോട്ട മുംബൈയിലായാലും നമ്മുടെ ബിഗ് ബിയിലാണെങ്കിലും ട്രാൻസിലാണെങ്കിലും കമ്മട്ടിപ്പാടം, ആട്, ജയിലർ, അങ്ങനെ ഒരുപാട് ഒരുത്തി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. അന്നേരം ഒരുപാട് സിനിമകളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, ജയിലറിനകത്തൊക്കെ എനിക്കൊന്ന് രജനീകാന്തിനെക്കാട്ടിൽ ഒരു പക്ഷേ സ്കോർ ചെയ്തത് വിനായകനാണ് നമുക്ക് ഫീൽ ചെയ്യും. ട്രാൻസിനകത്താണെങ്കിൽ കൊച്ചൊരു റോളാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ ഒരേപോലെ വില്ലനിസം കാണിക്കുകയും ക്യാരക്ടറായി മാറുകയും ക്യാരക്ടർ റോൾ ചെയ്യുകയും, എന്നാൽ ആട് ത്രീക്കകത്തുള്ള അല്ലെങ്കിൽ ആടിനകത്തൊക്കെ ഉള്ള ഹ്യൂമർ പശ്ചാത്തലം അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്യും. അന്നേരം അപാര ടാലൻ്റ് ഉള്ളൊരു നടനാണ്. അമൽ നീരദിൻ്റെ സിനിമകളിൽ വെക്കാനുള്ള കാരണം അമൽ നീരദ് പറയുന്നത് ഒരു ലോകോത്തര രീതിയിലുള്ളൊരു ആർട്ടിസ്റ്റാണ്. കാരണം ഏത് രീതിയിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ആക്ടറാണ് വിനായകൻ. വിനായകൻ്റെ ഏറ്റവും പുത്തൻ സിനിമയാണ് ഈ കളങ്കാവൽ. അതിനകത്ത് പോലീസ് ഓഫീസറായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നായകനായിട്ട് വരുമ്പോൾ അതേ കസറോ എന്നുള്ളൊരു സംശയം വേണ്ട. കൊടുക്കുന്ന കഥാപാത്രങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. അതാണ് പേഴ്സണൽ ലൈഫോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കാണിക്കുന്നതൊന്നും നമുക്കതൊരു വിഷയമല്ല. ഓൺ സ്ക്രീൻ അദ്ദേഹം കാണിക്കുന്ന സൂപ്പറാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. ഇനി മുന്നോട്ടും വിനായകൻ അതൊരു ചെറിയ കഥാപാത്രം കൊടുത്താലും അത് ഗംഭീരമായിരിക്കും. എന്നാലും കളങ്കാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡിസംബർ 5 ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. വിനായകൻ്റെ മറ്റൊരു ഗംഭീര പകർന്നാട്ടം നമുക്ക് കാണാം. ഡിസംബർ 5 വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി.